ഗ്രേസിയെ നീ എവിടെയാ? ടാങ്ക് നിറഞ്ഞു പോണു, മോട്ടർ നിർത്ത. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മോട്ടർ നിർത്തണേ. എന്താണ്? ടാങ്ക് നിറഞ്ഞു പോണു. മോട്ടർ നിർത്ത്. അപ്പോൾ കേട്ടില്ലേ നിങ്ങൾ? ഇതാണ് എല്ലാ വീടുകളിലും പ്രശ്നം. ടാങ്ക് നിറഞ്ഞു പോവുക. ഈ പ്രശ്നം തീർക്കാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫ്രാൻസിസ് ചൂണ്ടൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സിലിക്കോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ഫ്ലോട്ട് സ്വിച്ച് സെറ്റ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടാങ്കിലേക്ക് വെള്ളം അടിക്കാൻ വേണ്ടി ഓടുന്ന മോട്ടർ ഓട്ടോമാറ്റിക് സിസ്റ്റം ആക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഇവിടെ ഒരു സെൻസർ ഉണ്ട്. അപ്പോൾ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് ഈ സെൻസർ നമ്മൾ സെറ്റ് ചെയ്യും. ഇത് സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഡ്രൈ റണ്ണായിട്ട് ഓടാതിരിക്കാൻ വേണ്ടിയാണ് ഈ സെൻസർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കഴിഞ്ഞ് ഒരു മിനിറ്റിനുള്ളിൽ വെള്ളം ഈ സെൻസറിൻ്റെ മേളിൽ വീണില്ല എന്നുണ്ടെങ്കിൽ തന്നെ കട്ട് ഓഫ് ആവും. അപ്പോൾ വെള്ളം നമുക്ക് സേവ് ചെയ്യാം, കറണ്ടും നമുക്ക് സേവ് ചെയ്യാം. ഇത് രണ്ടും കൂടി രണ്ടിൻ്റെയും ഗുണം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഫ്ലോട്ട് സ്വിച്ച് സെറ്റ് ചെയ്യുമ്പോഴാണ്. നമുക്കത് നേരിട്ടൊന്ന് കണ്ടു നോക്കിയാലോ? ശരി, വരും. ഇതാണ് ടാങ്കിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ട് സ്വിച്ച് നമ്മൾ ഇതിൻ്റെ അളവനുസരിച്ച് ഇതിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇൻസൈഡിലാണ് ഇത് നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് ഇടുന്നെങ്കിലും ഇതിൻ്റെ ഔട്ട് സൈഡിൽ നമ്മൾ അളവ് നോക്കിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാങ്കിൽ കാ ഭാഗം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ കാ ഭാഗത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഫ്ലോട്ട് നിർത്തണം. ടാങ്കിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഇപ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട് ടാങ്ക്. അപ്പോൾ അതിൻ്റെ നേരെ സെൻറ്ററിൽ ആയിട്ട് വേണം നമ്മൾ ഈ വെയിറ്റ് കൊടുക്കാൻ. ഇതാണ് വെയിറ്റ്. വയറ ഇതിൽ കൂടെ കോർത്ത് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എവിടെ വേണം ഈ ടാങ്കിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് എവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഇതാണ് ടാങ്കിൻ്റെ ഹൈറ്റ്. നമുക്ക് ഇത്ര വെള്ളം വേണം എന്നുണ്ടെങ്കിൽ കാ ഭാഗം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിൻ്റെ എൻഡ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു കാ ഭാഗത്തിൽ. അത് കഴിഞ്ഞ് നേരെ ഇതിൻ്റെ സെൻറ്ററിൽ രണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഈ വെയിറ്റ് കൊടുക്കണം, വെയിറ്റ് ടൈറ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ വെള്ളം കാലിയാവുമ്പോൾ മോട്ടർ ഓടിക്കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു വരുന്നതിനനുസരിച്ച് ഈ ഫ്ലോട്ട് ഇതിന് ഇൻസൈഡിൽ ഇതിങ്ങനെ പൊങ്ങി വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കൺട്രോൾ എന്ന് പറയുന്നത് ഇതാണ്, കണ്ടില്ലേ? ഈ സ്വിച്ചിനടുത്താണ് നമ്മൾ ഈ കൺട്രോൾ വെച്ചിരിക്കുന്നത്. ഇത് മാനുവൽ, ഇത് ഓഫ്, ഇത് ഓട്ടോ. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ, കണ്ടില്ലേ? അപ്പോൾ മാനുവൽ, ഓഫ്, ഓട്ടോ. നമ്മളെപ്പോഴും ഓട്ടോയിലാണ് ഇടേണ്ടത്. ഈ മോട്ടറിൻ്റെ സ്വിച്ചിൽ നിന്ന് ഈ കൺട്രോളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ആ ഫ്ലോട്ടിലേക്ക് കണക്ഷൻ പോയിരിക്കുന്നത്. ഈ ടാങ്കിലാണ് നമ്മൾ ഈ ഫ്ലോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ടാണ് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഈ വെയിറ്റാണ് നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് സെൻറ്ററിൽ കൊടുക്കേണ്ടത്. ഇതിൽ കാണുന്ന ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേബിളിൻ്റെ ഇൻസുലേഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഷോർട്ടാവും. ഇനി ഇവിടെ ഒരു ഹോൾ അടിക്കും. ഈ ഹോൾ അടിച്ചിട്ട് ഈ വയറയുടെ എൻഡ് ഇതിൽ കൂടെ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇപ്പോൾ വെള്ളം കണക്ഷൻ കൊടുത്തതോടുകൂടി വെള്ളം വീഴുന്നു. ഇനിതാ പതുക്കെ ഇത് പൊങ്ങി ഇങ്ങനെ മറിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോട്ട് ഇങ്ങനെ മറിയുമ്പോൾ സ്വിച്ച് ഓഫായി. തിരിച്ച് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലോട്ട് മേളിലേക്ക് പൊങ്ങുന്നു. കട്ട് ഓഫായി. ഇനി ഇത് തിരിച്ച് ടാങ്ക് കാലിയാവുമ്പോൾ തിരിച്ച് ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ വീണ്ടും ഓണാവും. വെള്ളം ഇതിലേക്ക് വന്ന് വീഴാതെ വരുമ്പോൾ മോട്ടർ തന്നെ കട്ട് ഓഫ് ആവാൻ വേണ്ടി ഒരു സെൻസർ വയ്ക്കാൻ പോവാണ്. അതിലേക്ക് ഒരു ഹോൾ ഇടും നമ്മൾ. വെള്ളം പമ്പ് ചെയ്യാതെ വരിക അല്ലെങ്കിൽ പൈപ്പിൽ കൂടെ വെള്ളം വരാതിരിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ ഇവിടേക്ക് വെള്ളം എത്തിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ കട്ട് ഓഫ് ആവാനായിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ പൈപ്പിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് ആ സെൻസർ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫിനിഷായി, ഇത് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഈ സെൻസറിൻ്റെ മേളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ മോട്ടോർ ഒരിക്കലും ഓഫ് ആവില്ല. വെള്ളം വരാതിരുന്നാൽ മാത്രമാണ് മോട്ടോർ ഓഫ് ആവുക. ഇനി കുറച്ച് കഴിഞ്ഞ് വെള്ളം മേലോട്ട് പൊങ്ങി ബോൾ മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മോട്ടോർ കട്ട് ഓഫ് ആവും. ഇപ്പോൾ ടാങ്കിൽ ടാങ്ക് വെള്ളമായി തുടങ്ങി. ഇത് തന്നെ ഇപ്പോൾ കട്ട് ഓഫ് ആവും. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.